നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 2022 നമ്മുടെ കാറ്റഗറി നമ്പർ 537/2022 എന്ന് പറയുന്ന നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ പരീക്ഷ എഴുതിയവർക്കും അതുപോലെ തന്നെ LPUP പരീക്ഷയൊക്കെ എഴുതിയവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ സിവിൽ പോലീസ് ഓഫീസറിന്റെ എക്സാമിനേഷന് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഉപയോഗപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് കൂടി അറിയിക്കുക കേട്ടോ. ആ കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. ഇതിൽ പറയാനുള്ളത് നമ്മുടെ വേക്കൻസികളുടെ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതുവരെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ നമ്മുടെ CPOയുടെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയന്റെ പോലീസ് കോൺസ്റ്റബിൾ കാറ്റഗറി നമ്പർ 537/2022 വേക്കൻസികൾ ഏതൊക്കെ ജില്ലയിൽ എത്രയൊക്കെ വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തത് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വേക്കൻസികൾ ഇനിയും കൂടുതൽ തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. നിലവിൽ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ CPO 537/2022 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ SAP അല്ലെങ്കിൽ തിരുവനന്തപുരം കേട്ടോ. SAP അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് 164 വേക്കൻസികളാണ് നിലവിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള TP വേക്കൻസികളും ബാക്കി വേക്കൻസികളും കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ ഇനിയും വേക്കൻസികൾ എന്തായാലും ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകളും ജനറൽ ക്ലാസ്സുകളും നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ SAPയിൽ നിലവിൽ 164 വേക്കൻസിയാണ്. KP1 186 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. KP2 നിലവിൽ 278 വേക്കൻസികളാണ് KP2 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. KP3 228 വേക്കൻസികൾ KP3 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ KP4 നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 322 വേക്കൻസികളാണ് അല്ലെ. 322 എണ്ണം KP4 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ KP5 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 273 വേക്കൻസികളാണ് KP5 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ MSPയിലാണ്. MSPയിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 385 വേക്കൻസികളാണ് MSPയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. MSPയിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കുറവ് വേക്കൻസി ഏതെന്ന് ചോദിച്ചാൽ ഇത് ബറ്റാലിയൻ ആണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് SAP എന്ന് തന്നെ പറയേണ്ടി വരും. SAPയിൽ നിലവിൽ 164 വേക്കൻസികൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതെന്തായാലും കൂടുതലും ചെയ്യും, നിങ്ങൾ ടെൻഷൻ ആവണ്ട. അപ്പോൾ എന്തായാലും ഇത്രയും വരെ എത്തിയതിൽ നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കുക തന്നെ ചെയ്യാം. കാര്യം ഇത്രയും വരെ എത്തിയല്ലോ എന്നുള്ള കാര്യം എന്തായാലും നമുക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ LPUPയുടെ കേസാണ് കേട്ടോ. LPUP സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ പ്രൊഫൈലിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞോട്ടെ. അപ്പോൾ 2023-24 പരീക്ഷകൾ കഴിഞ്ഞിട്ടുണ്ട്. CPO പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ 2025 എന്തായാലും സിവിൽ പോലീസ് ഓഫീസറിന്റെ എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ 2025 നമ്മുടെ ഫോഴ്സ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ഇനി അടുത്തിന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എപ്പോൾ വന്നാലും അതിലേക്ക് കൂടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫോഴ്സ് 2025 രണ്ടാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ബാച്ചിലേക്കുള്ള ക്ലാസ് നവംബർ 2 തീയതി മുതൽ രണ്ടാമത്തെ ബാച്ചിലേക്കുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പോലീസിന്റെയും എക്സൈസിന്റെയും ഫയർഫോഴ്സിന്റെയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെയും ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ക്ലാസ്സുകളും നോട്ട്സും മെറ്റീരിയൽസ് അതുപോലെ തന്നെ മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് 999 രൂപയാണ്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് 9961169272. അപ്പോൾ ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, വാട്സാപ്പിൽ മെസ്സേജ് അയക്കട്ടോ. വാട്സാപ്പിൽ ഈ ഒരു പേയ്മെന്റ് ചെയ്ത ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും 1-2 മതി, ഇപ്പോൾ CPOയും എക്സൈസും ഒക്കെ മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യാം, അങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ബാക്കി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ LPUPയുടെ കേസാണ് കേട്ടോ. അപ്പോൾ LPUPയുടെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ LPUPയുടെ മെസ്സേജുകൾ അല്ലെങ്കിൽ പ്രൊഫൈലിൽ അപ്ലോഡ് നമ്മുടെ ഡേറ്റാസും ഡോക്യുമെന്റ്സും ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ UPയുടെയും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ LPയുടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ജില്ലകളാണ് UPയിൽ LPയിൽ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. നിലവിൽ നമ്മുടെ LPSTയിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വന്നിട്ടുള്ള ജില്ലകൾ എന്ന് പറഞ്ഞാൽ 3 ജില്ലകളാണ്. ഒന്ന് നമ്മുടെ എറണാകുളം, 2 ഇടുക്കി കേട്ടോ. അപ്പോൾ എറണാകുളം വന്നിട്ടുണ്ട്, ഇടുക്കി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പത്തനംതിട്ട. ഓക്കെ, അപ്പോൾ ഇടുക്കി, എറണാകുളം, പത്തനംതിട്ടയാണ് നമ്മുടെ LP സ്കൂൾ ടീച്ചറിന്റെ
സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. എന്നാൽ UP സ്കൂൾ ടീച്ചറിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വന്നിട്ടുള്ളത് 11 ജില്ലകൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഏതൊക്കെയാണ് UP സ്കൂൾ ടീച്ചറിന്റെ ജില്ലകളെന്ന് നമുക്ക് നോക്കാം. നിലവിൽ വന്നിട്ടുള്ളത് പത്തനംതിട്ട, കണ്ണൂർ, വയനാട്, എറണാകുളം, തിരുവനന്തപുരം, അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് വന്നിട്ടുണ്ട്, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ്, ഏറ്റവും അവസാനം ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് ഇടുക്കി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ജില്ലകളാണ് നിലവിൽ 3 ജില്ലകൾക്ക് വേണ്ടിയിട്ടുള്ള LP സ്കൂൾ ടീച്ചറിന്റെയും അതുപോലെ തന്നെ 11 ജില്ലകൾക്ക് വേണ്ടിയിട്ടുള്ള UP സ്കൂൾ ടീച്ചറിന്റെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല വാർത്തകൾ തന്നെയാണ് നമുക്കിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി ജില്ലകൾ എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിമൻ CPO WCPOയുടെ റാങ്ക് ലിസ്റ്റിന്റെ ഷോർട്ട് ലിസ്റ്റ് എത്രയും വേഗം തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇന്നിപ്പോ വ്യാഴാഴ്ചയായി, ഒന്നിൽ നാളെ ഉണ്ടാവും, നാളെയോ മറ്റന്നാളോ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഉണ്ടാവും കേട്ടോ. എന്തായാലും ഈ മാസത്തിനകത്ത് തന്നെ നമ്മുടെ WCPOയുടെ ഷോർട്ട് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ CPO ഒക്കെ എഴുതിയവർക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇത്തവണ നമ്മുടെ 2025 സെക്കൻഡ് ബാച്ച് കേട്ടോ, നമ്മുടെ ഫോഴ്സിന്റെ രണ്ടാമത്തെ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നവംബർ 2 നമ്മൾ അതിൽ ക്ലാസ് തുടങ്ങും. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യാൻ ഇനിയും വെയിറ്റ് ചെയ്യേണ്ട, എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.